ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇപ്പോൾ കേരളത്തിൽ ഷൂട്ടിംഗ് നടക്കുന്ന രജനികാന്തിന്റെ സിനിമയാണല്ലോ ജയിലർ 2. സിനിമയുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റും നമ്മുടെ ലാലേട്ടന്റെ സിനിമയിലെ ഷെഡ്യൂൾ അപ്ഡേറ്റ് എല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം ഈ മെയ് 29 വരെ സിനിമയ്ക്ക് കോഴിക്കോട് കേരളത്തിലെ ഷെഡ്യൂൾ ചിത്രീകരണമുണ്ട്. കോഴിക്കോട് ഷെഡ്യൂൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ 10 ദിവസത്തെ വിശ്രമത്തിന് ശേഷം ജൂൺ മാസം പകുതിക്ക് മുന്നേ തന്നെ ചെന്നൈയിൽ സിനിമയുടെ അടുത്ത ഷെഡ്യൂൾ ആരംഭിക്കും. ആ ചെന്നൈ ഷെഡ്യൂളിലായിരിക്കും നമ്മുടെ ലാലേട്ടൻ സിനിമയിലേക്ക് ജോയിൻ ചെയ്യുക. അതിനുശേഷം ഗോവയിലും ലാലേട്ടന് ചിത്രീകരണമുണ്ട് എന്ന് റിപ്പോർട്ടുണ്ട്. അപ്പോൾ കാത്തിരിക്കാം അതിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക്. വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഡ്രാഗണിലൂടെ വലിയ വിജയം നേടിയെടുത്ത തമിഴ് നടനാണല്ലോ പ്രദീപ് രംഗനാഥൻ. അദ്ദേഹത്തിന് ഇനിയും ഈ വർഷം 2 സിനിമകളുടെ റിലീസ് ഉണ്ട്. അതിൽ ഒന്ന് അടുത്തതായിട്ട് വരാനിരിക്കുന്നത് ലവ് ഇൻഷുറൻസ് കമ്പനിയാണ്. വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്യുന്ന സിനിമ സെപ്റ്റംബർ 18 തിയേറ്ററുകളിലേക്ക് എത്തും. ശേഷം ഡ്യൂഡ് എന്ന സിനിമ ഈ വർഷം ദിവാലി റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. കാത്തിരിക്കാം സിനിമകളുടെ റിലീസുകൾക്കായിട്ട്. ഒപ്പം തന്നെ ബോക്സ് ഓഫീസ് പ്രകടന അപ്ഡേറ്റുകൾക്കായിട്ട്. ടൊവിനോയുടെ അടുത്തതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമ നരിവേട്ടയാണ്. ടൊവിനോയുടെ അടുത്ത് അത്യാവശ്യം ബഡ്ജറ്റ് ഉണ്ട് എന്ന റിപ്പോർട്ടുകളുള്ള ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ള സിനിമ അടുത്ത ആഴ്ച മെയ് 23 തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഇഷ്കിന്റെ സംവിധായകൻ അനുരാജ് മനോഹറാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. തെലുഗു സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും പ്രഭാസ നായകനായി എത്തുന്ന അടുത്തതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയാണല്ലോ ദി രാജാ സാബ്. ചിത്രം ഒക്ടോബർ 23 തിയേറ്ററുകളിലേക്ക് എത്താനായിട്ടിരിക്കുന്നത്. ഇപ്പോഴും ഷൂട്ടിംഗ് നടക്കുന്ന സിനിമയുടെ റിലീസ് തീയതി മാറ്റാനും മാറ്റാതിരിക്കാനും സാധ്യത എന്ന റിപ്പോർട്ടുകളുണ്ട്. മാറ്റിയാൽ അടുത്ത വർഷത്തിന്റെ തുടക്കത്തിൽ സംക്രാന്തി റിലീസായിട്ടായിരിക്കും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുക. ഒരു ടീസർ അപ്ഡേറ്റ് ഉടനെ വരുന്നുണ്ട് എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. വോയിസ് ഓഫ് സത്യനാഥിന് ശേഷം വീണ്ടും ദിലീപ് റാഫി കോംബോ ഒരുമിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഏറ്റവും അവസാനമായിട്ട് വന്നിരിക്കുന്നത്. ബബബൈക്ക് ശേഷം ദിലീപ് അടുത്തതായിട്ട് അഭിനയിക്കുക റാഫി സംവിധാനം ചെയ്യുന്ന സിനിമയിലായിരിക്കുമെന്നാണ് ഏറ്റവും അവസാനം വന്നിരിക്കുന്ന റിപ്പോർട്ട്. കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക്. എമ്പുരാന്റെ റിലീസിന് ശേഷം പ്രതി ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന നോബഡി എന്ന സിനിമയുടെ സെറ്റിലേക്ക് മാത്രമാണല്ലോ. പൃഥ്വിരാജ് പ്രൊഡക്ഷനിൽ കൂടി ഭാഗമായ സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ ഷൂട്ടിംഗ് നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. 2ാം ഘട്ട ഷെഡ്യൂൾ നാളെ കൊച്ചിയിൽ ആരംഭിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. 100ൽ പരം ദിവസത്തെ ഷൂട്ടുള്ള നോബഡിയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട് നമുക്ക് കാത്തിരിക്കാം.